പാർലമെന്റിലെ ഇരു സഭകളും സ്തംഭിപ്പിച്ച ഭരണ പ്രതിപക്ഷ ബഹളമാണ്. കോൺഗ്രസ് ജോർജ് സോറോസ് ബന്ധം ആയുധമാക്കി ഭരണപക്ഷം രംഗത്തെത്തിയതോടെ സഭ പ്രക്ഷുബ്ധമായി. രാജ്യസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസുകൾ അനുവദിക്കില്ലെന്ന് ചെയർപേഴ്സൺ അറിയിച്ചതോടെയാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. ഇരുസഭകളും 12 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, ഇപ്പോൾ സഭ തുടങ്ങിയത് 11ാമത്തെ ദിവസമോ മറ്റാണ്. ഇതുവരെ ഒരു ദിവസം പോലും സഭാ സമ്മേളനം മര്യാദയ്ക്ക് മുന്നോട്ട് പോയിട്ടില്ല. ആര്യ, അക്ഷയ, തീർച്ചയായിട്ടും വളരെ ചുരുക്കം ചില ദിവസങ്ങൾ മാത്രമാണ് സഭാ നടപടികൾ പൂർണ്ണമായും പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചത്. ഈ കോൺഗ്രസും അതുപോലെ തന്നെ പ്രതിപക്ഷവും ഉന്നയിക്കുന്ന അദാനി വിഷയത്തിൽ BJPയുടെ പ്രത്യാക്രമണമാണ്, അതിനുള്ള ആയുധമാണ് നിലവിൽ എന്തായാലും കോൺഗ്രസ് ജോർജ് സോറോസ് അമേരിക്ക ബന്ധമെന്ന് പറയുന്നത്. ഈ ലോക്സഭയിലാണെങ്കിൽ രാവിലെ 11 മണിക്ക് ശേഷം ചോദ്യോത്തരവേള ആരംഭിച്ച ഉടൻ തന്നെ പ്രതിപക്ഷം അദാനി വിഷയം ഉന്നയിച്ച് പ്രതിഷേധിച്ചു, ബഹളം വെച്ചു. അതിന് പ്രത്യാക്രമണം എന്നുള്ള രീതിയിൽ ഈ ജോർജ് സോറോസ് കോൺഗ്രസ് വിഷയം, അത് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എല്ലാം തന്നെ ഇന്ത്യക്കെതിരെ നിരന്തരം വാർത്തകൾ തയ്യാറാക്കുന്നതിൽ ബന്ധമുണ്ട് എന്നുള്ള കാര്യം ആരോപിച്ച് വലിയ രീതിയിൽ കേന്ദ്രമന്ത്രിമാരടക്കം കിരൺ റിജിജു അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരും BJP MLAമാരും അവിടെ MP മാരും അവിടെ ബഹളം വെക്കുകയായിരുന്നു. അങ്ങനെയാണ് മറ്റു വഴികളില്ലാതെ, അതായത് സഭാ നടപടികൾ മുന്നോട്ട് പോകാൻ സാധിക്കാതെ ലോക്സഭ 12 മണിവരെ നിർത്തിവെക്കുന്നതായി സ്പീക്കർ ഓം ബിർള അറിയിച്ചത്. മാത്രമല്ല, ഈ പ്രതിപക്ഷത്തിൻ്റെ ഇത്തരത്തിലുള്ള നടപടികൾ, ഈ സഭാ നടപടികൾ തുടരാൻ സാധിക്കാതെയുള്ള പ്രതിഷേധത്തെ അദ്ദേഹം പേരെടുത്ത് വിമർശിക്കുകയും ചെയ്തു. സഭയ്ക്ക് പുറത്തുള്ള നടപടിയും ഈ പ്രതിഷേധത്തെയും വിമർശിക്കുന്നുണ്ട്. രാജ്യസഭയിൽ ഇന്ത്യ സഖ്യത്തിൽ ഒരു ഭിന്നത, അത് മറനീക്കി പുറത്തു വരുന്നത് ഇന്നലെയൊക്കെ കണ്ടു. തൃണമൂൽ മാറി നിൽക്കുന്നു, SP മാറി നിൽക്കുന്നു. അപ്പോൾ ഈ ധൻഖറിനെതിരെയൊക്കെ അവിശ്വാസം കൊണ്ടുവരുമ്പോൾ ഇന്ത്യ സഖ്യം ഒരുമിച്ച് നിൽക്കുമോ അർജുൻ? ആ ഒരു വേർതിരിവ്, ആ ഒരു പിളർപ്പ് അത് പ്രത്യക്ഷമാണ്. ഇപ്പോഴും ഈ അദാനി വിഷയത്തിൽ സഭയ്ക്ക് പുറത്ത് പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഈ സഭാ നടപടികൾ നിർത്തിവെച്ചിട്ടും. പക്ഷേ അപ്പോഴും അവിടെ സമാജ്വാദി പാർട്ടിയോ തൃണമൂൽ കോൺഗ്രസോ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ഈ ലോക്സഭയ്ക്ക് അകത്തുള്ള സീറ്റിംഗ് ഈ ക്രമങ്ങളെ ചൊല്ലിയിട്ടായാലും അവിടെ ഒരു ഭിന്നത ഈ നേതാക്കൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും അത് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല. എന്തായാലും സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ എന്തായാലും കുറച്ച് നാളുകളായി ഒരു അടുപ്പക്കുറവ്, ഒരു ചേർച്ചക്കുറവ് എന്തായാലും അത് പ്രത്യക്ഷമായി തന്നെ കാണുന്നുണ്ട്. ഇനി സഭയ്ക്കകത്തും അത് വലിയ രീതിയിൽ തന്നെ പ്രത്യക്ഷമാവുന്നു. എന്തായാലും നിലവിൽ ഈ അദാനി വിഷയത്തിൽ 2 തട്ടിലാണ്, അല്ലെങ്കിൽ പല തട്ടിലാണ് എന്ന് തന്നെ പറയാൻ വേണ്ടി സാധിക്കും. കാരണം തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും, തൃണമൂൽ കോൺഗ്രസ് എടുത്തു പറയുന്നത് ബംഗ്ലാദേശ് വിഷയമാണ്. നേരെ തിരിച്ച് സമാജ്വാദി പാർട്ടി ആണെങ്കിൽ അവരെടുത്ത് മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ സമ്പൽ വിഷയമാണ്. എന്നാൽ ഈ അദാനി വിഷയത്തിൽ ഊന്നിക്കൊണ്ടാണ് കോൺഗ്രസിൻ്റെ അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെയും എല്ലാം തന്നെ പ്രതിഷേധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തിൽ പല തട്ടിലാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇനി അകത്ത് മറ്റു കാര്യങ്ങളിലടക്കം അത് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യമാണ് ഇനി പ്രത്യേകിച്ചും. ഇപ്പോൾ പാർലമെന്റിനകത്തെ പ്രതിഷേധം, അത് പാർലമെന്റ് കവാടത്തിലേക്ക് കൂടി ആ പ്രതിഷേധം എത്തിയിട്ടുണ്ട്. ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ്. അതായത് എല്ലാ ദിവസവും പറയുന്ന പോലെ സഭ പ്രതിഷേധത്തിൽ മുങ്ങി നിർത്തി സ്തംഭിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ്. ഒരു തരത്തിലുള്ള, അതായത് പല ബില്ലുകളുണ്ട്, പല കാര്യങ്ങളുണ്ട്. അമിത്ഷാ പക്ഷേ പ്രകൃതി ദുരന്തത്തെ കുറിച്ചുള്ള അതുമായി ബന്ധപ്പെട്ട ബില്ല് അവതരിപ്പിക്കാനിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. എന്നാലും ഇപ്പോൾ പ്രതിപക്ഷ പ്രതിഷേധം 12 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. തുടരുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്നുകൂടി ഇനി നോക്കേണ്ടതുണ്ട്.